നമസ്കാരം ന്യൂസ് 3ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിവാഹം ഒരു ഒപ്പ് മാത്രമാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അതൊരു ട്രാപ്പാണ്. പുരുഷന്മാർക്ക് വേണ്ടി പുരുഷന്മാർ ഉണ്ടാക്കിയ സിസ്റ്റമാണത്. ആ സിസ്റ്റം എനിക്കിപ്പോഴും വർക്കാവുന്നില്ല. ആ രേഖയിൽ ഒപ്പുവെച്ചതിൽ എനിക്കിന്നും കുറ്റബോധമുണ്ട്. ഇത് നടിയും നർത്തകിയുമായ റിമ കല്ലിങ്കലിൻ്റെ വാക്കുകളാണ്. സിസ്റ്റം പ്രശ്നമാണെന്ന് പറയുമ്പോഴും ഭർത്താവും സംവിധായകനുമായ ആഷിഖ് കപൂറിനോട് ഇപ്പോഴും കടുത്ത പ്രണയമുണ്ടെന്നും റിമ പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. ട്രാപ്പാണോ വിവാഹം? സൈക്കോളജിസ്റ്റുമാരായ ഗായത്രി സീതാനാരായണൻ, നിതിൻ AF, മാധ്യമപ്രവർത്തക സരിത S. ബാലൻ എന്നിവർ നമുക്കൊപ്പം ചേരുന്നു. 3 പേർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം ശ്രീ നിതിനിലേക്ക് പോവുകയാണ്. ശ്രീ നിതിൻ, താങ്കൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൂടിയാണ്. അതിൽ കണ്ടെത്തിയതും സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ വിവാഹം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ വിവാഹത്തെ എതിർക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം കൂടുതലാണ് എന്ന ഒരു ഫൈൻഡിങ്ങിലേക്ക് താങ്കൾ എത്തുകയും ചെയ്തു. ഇപ്പോൾ റിമ കല്ലിങ്കലിനെ പോലെ ഇത്രയും ഫേമസ് ആയി നിൽക്കുന്ന ഒരാൾ കൂടി അതിനെ വർഷങ്ങൾക്കിപ്പുറവും ആ ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് പറയുകയാണ് വിവാഹം എന്ന കൺസെപ്റ്റ് അത് ശരിയല്ല എന്ന്. എന്താണ് പറയാനുള്ളത്? വിവാഹത്തെക്കുറിച്ച് ആക്ച്വലി വളരെ തെറ്റായ സന്ദേശമാണ് പോസ്റ്റ് മോഡേൺ സൊസൈറ്റി അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോളേജുകളിൽ, ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇന്ന് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അത് ഭൂരിഭാഗവും വിവാഹത്തെ എതിർക്കുന്നത് എന്തിനെയാണ് എതിർക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എതിർക്കപ്പെടേണ്ടതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടെന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. കാരണം വിവാഹം ഒരു ബാധ്യതയായിട്ടാണ് പലരും കാണുന്നത്. പ്രത്യേകിച്ച് അതൊരു വലിയ ഉത്തരവാദിത്വം എടുക്കാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് പലരും വിലയിരുത്തുന്നത്. പക്ഷേ അത് ഒരു പുരുഷ മേധാവിത്വം കാണിക്കാനുള്ളൊരു സ്ഥലമായിട്ടാണ് പ്രത്യേകിച്ച് അൺമാരീഡ് ആയിട്ടുള്ള യങ്ങർ ഫീമെയിൽസൊക്കെ തന്നെ പലരും അതിനെ നോക്കിക്കാണുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഹിസ്റ്റോറിക്കലി നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ വളരെ തീർത്തും തെറ്റായ കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇപ്പം നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങൾ ഉള്ള ഒരു മനുഷ്യ ചരിത്രം നമ്മൾ വിലയിരുത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്കുണ്ടായിരിക്കുന്ന ഡെവലപ്മെൻറ്റ്സും ഉണ്ടായിരിക്കുന്ന വളരെ നാച്ചുറലായിട്ടുള്ള കറ്റാസ്ട്രഫികളും അതുപോലെ തന്നെ വാറുകൾ, എപ്പിഡമിക്കുകൾ, ഇങ്ങനെയുള്ള വളരെ ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് ഹ്യൂമൻ ബീയിങ് ഫേസ് ചെയ്ത സമയങ്ങളിലൊക്കെ തന്നെ ഈ ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്ത് അവരെ ലൈഫ് വളരെ പ്രോപ്പറായിട്ട് ഫൈറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ സിവിലൈസേഷനും ഡെവലപ്മെൻറ്റും ലിവിങ് സ്റ്റാൻഡേർഡും ഒക്കെ ഉണ്ടായത്. അല്ലാതെ ഇതെല്ലാം ഒറ്റയടിക്ക് ഒരു ഒപ്രസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും അതൊരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യമല്ല പറയുന്നത്. അപ്പോൾ എന്തിനാണ് വിവാഹം കഴിക്കേണ്ടത് അല്ലെങ്കിൽ എന്തിനാണ് മാരേജ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മീനിങ് അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ടൊരു പ്രയോജനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു എക്സിസ്റ്റൻഷ്യൽ സിഗ്നിഫിക്കൻസ് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്, സോഴ്സാണ് മാരേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒറ്റയ്ക്ക് ലൈഫ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഒരു കമ്പാനിയൻഷിപ്പ് തീർച്ചയായിട്ടും വേണം. അപ്പോൾ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള, ഇൻറ്റിമസി ഉള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് മാരേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഭൂമിയിൽ ഇത്രയും നാൾ ജീവിച്ചതിന് ശേഷം നമ്മളുടെ ജീവിതം 1% നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, പ്രോക്രിയേഷൻ ആക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് മാരേജും ഫാമിലിയും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് നമുക്ക് കിട്ടുന്നത് മാരേജിൽ നിന്നാണ് അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നാണ്. മാരേജിന് പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെൻ്റൽ ഹെൽത്ത് ഓവർ ദ ടൈം വേഴ്സൺ ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ എല്ലാ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ അടുത്ത് ചോദിച്ചാൽ അവർക്കറിയാൻ പറ്റും അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അല്ലെങ്കിൽ അവരുടെ കേസ് ഹിസ്റ്ററി എടുക്കുമ്പോൾ അല്ലെങ്കിൽ MSc എടുക്കുമ്പോൾ തന്നെ അവരെ ഇൻഫോർമെൻ്റ് ആരാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഇൻഫോർമെൻറ്റിൻ്റെ റിലയബിലിറ്റി എത്രത്തോളമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡിവിജ്വൽസാണ് വേറൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് മാരീഡ് ആയിട്ടുള്ള ഫാമിലി ലൈഫ് കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരിലാണ് എന്നുള്ളത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും യാഥാർത്ഥ്യങ്ങളൊക്കെ നിൽക്കെ വളരെ തെറ്റിദ്ധാരണാജനകപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഇന്ന് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അത് വളരെ നിരാശകരമാണ്. അത് മാത്രമല്ല
അതിനെല്ലാം തന്നെ പ്രോപ്പറായിട്ട് ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളത്. ശരി, ഞാൻ ശ്രീ നിതിനിലേക്ക് വരാം. അതിനു മുൻപ് താങ്കൾ പറഞ്ഞതിനോടുള്ള ചില വിയോജിപ്പുകൾ പറയുകയാണ്. നമ്മൾ വലിയ പഠനങ്ങളും പുസ്തകവും ഒന്നും തേടി പോകേണ്ടതില്ല. കോളേജുകളിലും അല്ലെങ്കിൽ കൗമാരം കിടക്കുന്ന കുട്ടികളുമൊക്കെ കാണുന്നതും അവരുടെ പരിസരത്തുള്ള ആളുകളെയും ഒക്കെ എടുക്കുമ്പോൾ 10-ൽ 8 പേരും അയ്യോ വിവാഹം കഴിക്കേണ്ടായിരുന്നു എന്ന് പറയുന്നവരെ ആയിരിക്കും ആ കുട്ടികൾ കാണുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത് എന്നുള്ളതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും അതിലേക്ക് വരാം. നമ്മുടെ ഗസ്റ്റിലേക്ക് പോകുമ്പോൾ സരിതയിലേക്കാണ് ഞാൻ വരുന്നത്. സരിത, ഇപ്പോൾ ശ്രീ നിതിൻ പറഞ്ഞതുപോലെ വിവാഹം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്, ഫാമിലി എന്ന് പറയുന്നത് ഉറച്ചു നിൽക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം ഈ രണ്ടുപേർ ചേർന്നുണ്ടാക്കുന്ന ഈ ഉടമ്പടി അത് പലപ്പോഴും നല്ല മാനസികമായി കൂടി നന്നായി പിൻബലം തരുന്ന ഒരാൾ കൂടി ഉണ്ടെങ്കിൽ പിൻബലം തരുന്ന ഒരു ഉടമ്പടി കൂടിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് സരിതയ്ക്ക് പറയാനുള്ളത് റിമ പറഞ്ഞതിൽ? ശ്രീ നിതിൻ പറഞ്ഞ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം മാത്രമാണ്. അതിനെ പൊതുവായി ഈ കല്യാണം കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളായിട്ട് വ്യാഖ്യാനിക്കരുത്. നിതിൻ ഏത് ലോകത്ത് നിന്നാണ് ഇതിനെ കുറിച്ച് സംസാരിച്ചെന്ന് ഓർക്കുമ്പോൾ ശരിക്കും എനിക്ക് ചിരി വരുന്നുണ്ട്. എന്ത് തരം എക്സിസ്റ്റൻഷ്യൽ മീനിങ്ങിനെ കുറിച്ചാണ് താങ്കൾ സംസാരിച്ചത്? താങ്കൾ എവിഡൻസ് ബേസ്ഡ് ആണെന്ന് പറഞ്ഞു. താങ്കൾ ഈ പറഞ്ഞ വിവാഹിതരായ ആളുകൾക്ക് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് കുറവാണെന്ന് പറഞ്ഞ ഒതന്റിക് ആയ ക്രെഡിബിൾ ആയ ഏതെങ്കിലും സ്ഥാപനം നടത്തിയ സ്റ്റഡിയുടെ ലിങ്ക് താങ്കൾക്ക് ഇവിടെ സമർപ്പിക്കാൻ പറ്റും? ഏതെങ്കിലും പൊട്ട യൂട്യൂബ് ചാനലിന്റെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ധാരാളം ഇന്റർനാഷണലി ക്രോസ് കൾച്ചറലി എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ധാരാളം പഠനങ്ങൾ, അതായത് ഹാപ്പിലി മാരീഡ് ആയിട്ടുള്ള ഫാമിലിയിൽ ഫംഗ്ഷനിൽ താങ്കൾക്ക് നീതിന് സംസാരിക്കാൻ സമയം സരിത പറയുന്ന കേൾക്കാം. സരിത സംസാരിച്ചോളൂ, അതിനുശേഷം അദ്ദേഹം വിവാഹം എന്ന് പറയുന്ന വാക്കുമായി ചേർത്ത് അനിവാര്യത എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ ആദ്യം അവസാനിപ്പിക്കണം. എന്റെ കാഴ്ചപ്പാടിൽ വിവാഹം എന്നത് സ്ത്രീക്കായാലും പുരുഷനായാലും അനിവാര്യമല്ല. ഇനി ഏതെങ്കിലും തരത്തിൽ അത് അനിവാര്യമാണെങ്കിൽ അത് പുരുഷന്മാർക്കാണ്. കാരണം ഏകാന്തമായി ജീവിക്കാൻ അവർക്ക് കഴിയില്ല. അവർക്ക് സ്വന്തമായി ജീവിക്കാനുള്ള വൈകാരിക ക്ഷമതയോ ത്രാണിയോ ഇല്ല. തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവില്ല. ഇതെല്ലാം സ്ത്രീകൾക്കാണുള്ളത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സമൂഹം എല്ലാ കാലത്തും സ്ത്രീകൾ സൈക്കോളജിക്കലി വീക്കാണെന്നും സാമ്പത്തിക കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അവര് വീക്കാണെന്നും മറ്റ് പുരുഷന്റെ സപ്പോർട്ട് ഇല്ലാതെ അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കണ്ടീഷനിങ് സ്ത്രീകളെ തന്നെ അറിയാതെ അടിച്ചേൽപ്പിക്കുകയും സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയും ചെയ്തത് മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയാണ്. പക്ഷേ ശരിക്കുള്ള യാഥാർത്ഥ്യത്തിൽ സ്ത്രീകളാണ് മെന്റലി സ്ട്രോങ്ങും വൈകാരിക ക്ഷമത കൂടുതലുള്ളവരും ഒറ്റയ്ക്ക് ജീവിക്കാൻ ത്രാണിയുള്ളവരും. അത് ഈ ഞങ്ങള് കല്യാണം കഴിക്കാത്ത അല്ലാത്ത സ്ത്രീകൾ യാതൊരു തരം ജീവിതത്തിന്റെ അർത്ഥം തേടി അലയുന്നവരോ അതിന് അർത്ഥമില്ലാന്ന് കരുതി വിലപിക്കുന്നവരോ അല്ല. ഇത് നിങ്ങളെ പോലത്തെ കുറച്ച് പുരുഷന്മാർ നിങ്ങൾക്ക് ജീവിതം സുഗമമാക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്ത ഒരു കോൺസെപ്റ്റാണ്. അതിനെ നിങ്ങൾ ഇത്ര നൂറ്റാണ്ടുകളായി സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാൻ നിങ്ങൾക്ക് കുറച്ചു കാലം മുമ്പ് വരെ കഴിഞ്ഞു. ഇനി ഒരു കാലത്ത് അത് നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് താങ്കൾ ഈ പറഞ്ഞ പെൺകുട്ടികളൊക്കെ വിവാഹത്തെക്കുറിച്ച് വളരെ ക്രിട്ടിക്കലായി ചിന്തിക്കാൻ തുടങ്ങിയതും താങ്കളെ പോലുള്ള പുരുഷന്മാരെ അത് അസ്വസ്ഥരാക്കുകയും ചെയ്യുന്നത്. ശരി, താങ്കൾക്ക് പറയാം നിതിൻ. ശ്രീനിതിൻ സംസാരിച്ചോളൂ. തീർച്ചയായും ധാരാളം എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്രോസ് കൾച്ചറൽ സ്റ്റഡീസ് ഇന്റർനാഷണലി എവിഡൻസ് ഇവിടെ ഒന്ന് കാണിക്കും. നിങ്ങൾ ഈ എവിഡൻസ് എന്ന് വെറുതെ വന്നൊരു ചാനൽ ചർച്ചയിൽ വെറുതെ വന്നിരുന്ന് പറയരുത്. എവിഡൻസ് ബേസ്ഡ് ഏത് എവിഡൻസിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അല്ലെങ്കിൽ താങ്കൾ ഒരു കാര്യം ചെയ്തു. താങ്കൾ പറഞ്ഞല്ലോ സൈക്കോളജിസ്റ്റുകൾക്ക് പറയുന്നത് പ്രകാരം വിവാഹിതരായവർക്ക് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് കുറവാണ്. താങ്കൾക്ക് ഒരു സൈക്കോളജിസ്റ്റിനെ ഒന്ന് കോട്ട് ചെയ്യാമോ? ഒരു പേര് പറയാമോ താങ്കൾക്ക്? ഏത് സൈക്കോളജിസ്റ്റ് ആണ് താങ്കളോട് അങ്ങനെ പറഞ്ഞത്? വിവാഹിതരായവരുടെ മാനസിക പ്രശ്നങ്ങൾ കുറവാണ് എന്ന് പറയുന്നത് സ്റ്റഡിയാണ്. ആക്ച്വലി എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒരു മെന്റൽ ഹെൽത്ത് ഇവാലുവേഷനിൽ ഹിസ്റ്ററി ടേക്കിങ്ങിൽ ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യുന്നത് ഫാമിലി എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആരാണ് കൂടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ആരാണ് പ്രൈമറി ഇൻഫോർമൻ്റ് എന്നുള്ളതാണ്. ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്. ഇപ്പം പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ എടുത്ത് നോക്കിയാൽ ഈ വ്യക്തിക്ക് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സുമായിട്ടുള്ള ബന്ധം എല്ലാ സ്റ്റാറ്റിസ്റ്റിക് മാനുവലിനകത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ്റെ മെന്റൽ ഹെൽത്ത് മെന്റൽ ഹെൽത്ത് ഡയഗ്നോസ്റ്റിക് മാനുവലിലുള്ള കാര്യമാണ്. നിങ്ങളിത് എവിടെ നിന്നാണ് ഈ പറയുന്നതെന്ന് എനിക്കറിയില്ല. ആക്ച്വലി എന്തിൻ്റെ ബേസിലാണ്, എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബേസിലാണ്, എന്ത് പ്രൊസീജിയറിൻ്റെ ബേസിലാണ് താങ്കൾ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്റർനാഷണൽ ക്രോസ് കൾച്ചറിൽ ഒരു മെന്റൽ ഹെൽത്ത് സെറ്റിംഗ്സിൽ ഒരാളെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് MSc എടുക്കുമ്പോൾ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവുമായിട്ടുള്ള റിലേഷൻഷിപ്പ്
വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ ക്രോസ് കൾച്ചറലി എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ കമ്മ്യൂണിറ്റികളിലും ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആള് ഫാമിലി പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന വീട്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ അവർക്ക് ബെറ്റർ ആയിട്ടുള്ള പ്രോഗ്നോസിസ് ആണ് കാണുന്നത്. പ്രശ്നം എന്താണെന്ന് ഞാൻ പറയട്ടെ മിസ്റ്റർ നിതിൻ, താങ്കൾ അത് പറയുന്നതിൽ തെറ്റ് സംഭവിക്കുന്നതാണ്. ഡിസ്ഫങ്ഷണൽ ഫാമിലീസ്, അതായത് നമ്മൾ ഈ പറയപ്പെടുന്ന കൊട്ടിഘോഷിക്കപ്പെടുന്ന കുടുംബം എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിന്നും ഡിസ്ഫങ്ഷണൽ ആയ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന വ്യക്തികളുടെ മാനസിക പ്രശ്നങ്ങളാണ് താങ്കൾ ഈ പറയുന്നത്. അതിന്റെ അടിസ്ഥാനപരമായ വേര് കിടക്കുന്നത് വിവാഹത്തിലാണ്. ശരി, ഗായത്രിക്ക് തീർത്തും തെറ്റായ കാര്യമാണ് താങ്കൾ പറയുന്നത്. താങ്കളുടെ ഫാന്റസിയും താങ്കളുടെ ഒപ്പീനിയനും മാത്രമാണ്. നിതിൻ, താങ്കൾക്ക് സമയം തരാം. ഞാൻ ഗായത്രി കൈ കാണിക്കും, സംസാരിച്ചോളൂ. ഓക്കെ, ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ഡൽഹി, റാഞ്ചി, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. RCI ലൈസൻസ്ഡ് ആണ്. നിതിൻ ആദ്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെ ചുരുക്കിയാണ് സംസാരിക്കുന്നത്, കാരണം ഈ ഒരു പ്രോഗ്രാം കണ്ടിട്ട് ഇനി സൈക്കോളജിസ്റ്റുകൾക്ക് മൊത്തം ഇങ്ങനത്തെ അഭിപ്രായമാണെന്ന് വിചാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം നിതിൻ പറയുന്നതൊക്കെ ഞാൻ കേൾക്കാൻ റെഡിയാണ്. ഓക്കെ, സോ നിതിൻ ആദ്യം പറഞ്ഞു വിവാഹത്തെ കുറിച്ചിട്ട് കോളേജിലൊക്കെ കണ്ടിട്ട്, കോളേജിലൊക്കെ പഠിക്കുന്നത്. വിവാഹത്തെ കുറിച്ചിട്ട് വിക്കിപീഡിയയിൽ വായിച്ചിട്ടല്ല ഒരു വ്യക്തി മനസ്സിലാക്കുന്നത്. അവരവരുടെ ജീവിതത്തിലും ചുറ്റുപാടുള്ള ജീവിതത്തിലും സമൂഹത്തിലും ഒക്കെ കാണുന്നത് കണ്ടിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പം അവർ വിവാഹത്തെ ബാധ്യതയായി കാണുന്നു എന്ന് പറയുന്നതിന്റെ പ്രശ്നം, അത് വിവാഹം ബാധ്യതയായി കാണുന്നത് അത് വിവാഹം ബാധ്യതയായതുകൊണ്ടാണ്. ഇനി ഞാൻ പോയിന്റിലോട്ട് വരാം. എവിഡൻസ് ബേസ്ഡ് എന്ന് പറഞ്ഞു. ഞാൻ വളരെ പെട്ടെന്ന് കുറച്ച് എവിഡൻസസുകൾ പറഞ്ഞിട്ട് ഞാൻ വരാം. മെറിറ്റൽ സാറ്റിസ്ഫാക്ഷനിൽ കുറിച്ചിട്ട് ന്യൂലി മാരീഡ് കപ്പിൾസിനെ കുറിച്ചിട്ട് ശരവണൻ കെ എറ്റ് ഓൾ ഒരു 2022 നടത്തിയ സ്റ്റഡി നെഗറ്റീവ് ആണ്. ഫൗണ്ട് മോസ്റ്റ് ഓഫ് റെസ്പോണ്ടൻസ് ഹാവ് ലോ മെറിറ്റൽ സാറ്റിസ്ഫാക്ഷൻ ലെവൽസ്. ഓക്കെ, പിന്നെ അതുപോലെ വേറെ മൊണാലിസ പോൾ ആൻഡ് ശ്രുതി ദത്ത്, അവരും ലോ മെറിറ്റൽ, അതായത് സ്ത്രീകൾക്കാണ് കേട്ടോ, അതായത് രണ്ടുപേർക്കും ലോ സാറ്റിസ്ഫാക്ഷൻ ആണ്, സ്ത്രീകൾക്ക് കൂടുതലാണ്. എന്താണ്? അസംതൃപ്തി കൂടുതലാണ്. ഓക്കെ, പിന്നെ ഇമോഷണൽ ഇന്റലിജൻസ് മെറിറ്റൽ സാറ്റിസ്ഫാക്ഷനിലും ജെൻഡർ വൈസ് കമ്പാരിസൺ ലെവലേക്കർ നടത്തിയിട്ടുണ്ട് 2007 മഹാരാഷ്ട്രയില്. പിന്നെ സെയ്ദ ആൻഡ് വാസിദ് അസമിൽ നടത്തിയിട്ടുണ്ട് 2023 വെൽബീയിങ്ങിനെ കുറിച്ചിട്ട് നടത്തിയിട്ടുണ്ട് സ്റ്റഡീസ്. ഇത് ആസമിന്റെ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ നടത്തിയ ഒരു സ്റ്റഡിയാണ്. അതുപോലെ ജെൻഡർ ഡിഫറൻസസിനെ കുറിച്ചിട്ട് ഗോവിന്ദ് എറ്റ് ഓൾ 2022 നടത്തിയ സ്റ്റഡി. 2023 തന്നെ വേറെ ലേഖ, രമ്യ ആൻഡ് കിരൺ ബാബു കേരളത്തിൽ നടത്തിയ ഒരു സ്റ്റഡി. അപ്പം അതിൽ പറയുന്നത് മെറിറ്റൽ സാറ്റിസ്ഫാക്ഷനും ഇമോഷണൽ സ്റ്റെബിലിറ്റിയും ഉള്ള സ്ത്രീകൾക്ക് വളരെ നല്ല ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ട്. പക്ഷെ അതും പുരുഷന്മാരുമായിട്ട് വലിയ ബന്ധമില്ല. സ്ത്രീകൾക്ക് താരതമ്യേന വളരെ ചെറിയ ആളുകളാണ്, അതായത് 1/3 പേര് പോലും അതിനകത്ത് പറയുന്നില്ല. ഞാനിത് പറയുന്നത് നിതിന് കൂടുതൽ വായിക്കാം, ഇത് കഴിഞ്ഞാൽ കൂടുതൽ വായിക്കാൻ താല്പര്യമുള്ള ആളാന്ന് തോന്നുന്നു. അതുപോലെ മെറിറ്റൽ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഈ സ്റ്റഡി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നിതിൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു കോവിഡിന്റെ ഈ പാൻഡമിക് സമയത്തൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. പക്ഷെ ഇതിൽ ഈ സ്റ്റഡി പറയുന്നത് അഫ്രീൻ എറ്റ് ഓൾ നടത്തിയ സ്റ്റഡിയില്ല, അവരെ പബ്ലിഷ് ചെയ്തത് 2024 അത് റൂറലും urban പോപ്പുലേഷനിലും ഈ സ്റ്റഡി നടന്നിരുന്നു. അതുകൊണ്ടാണ് ഇതിന്റെ പ്രത്യേകത. അതിൽ പറയുന്നത് അതും ഇതുപോലെയാണ്, വളരെ 10% ആളുകൾക്ക് പോലും ഇല്ല, വളരെ കുറവാണ്. അത് ഓരോ സെക്ഷൻ വൈസ് നോക്കുമ്പോൾ പലതിലും സാറ്റിസ്ഫാക്ഷൻ വളരെ കുറവാണ്. അതിൽ വളരെ കുറച്ചു പേരാണ് സാറ്റിസ്ഫൈഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെ കോവിഡിന്റെ സമയത്ത് കോവിഡിന് ശേഷം നടത്തിയ സ്റ്റഡീസ് ഉണ്ട്. അപ്പം ഇതിലൊക്കെ കോവിഡാണ്. കോവിഡില് പുരുഷനും സ്ത്രീയും വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നു. ഒരു റൂമിൽ ഒരു സ്ത്രീയും ഒരു റൂമിൽ പുരുഷനും ഇരുന്നിട്ട് എപ്പോഴും മറ്റേ ചായ തിളപ്പിക്കേണ്ടതും മറ്റത് ചെയ്യേണ്ടതും, അതിനിടയിൽ മീറ്റിംഗ്, അതിനിടയിൽ പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ കൂടുതൽ. അപ്പൊ അതൊരു പാൻഡമിക് വന്നാലും അതിന്റെ ആ ഒരു ഇമോഷണൽ ബേർഡൻ, ഡൊമസ്റ്റിക് ചോർസ് ഷെയർ ചെയ്യേണ്ട ബേർഡൻ, ഡിവിഷൻ ഓഫ് ലേബറിലെ ഫെയർനെസ് ഇല്ലായ്മ, കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ, റോൾ ഇൻകോൺഗ്രുവൻസ്, ഇതൊക്കെ സ്ത്രീകൾക്കാണ് കൂടുതലെന്നാണ് ഞാൻ ഈ പറഞ്ഞ സ്റ്റഡീസിൽ ഒക്കെ. ഞാനിത് വെറുതെ കുറച്ച് സ്റ്റഡീസ് തപ്പിയെടുത്ത് പറഞ്ഞതല്ല. പിന്നെ 100,000 പേരിൽ നടത്തിയിട്ടുള്ള ഇന്റർനാഷണൽ ഒരു 100,000 സാമ്പിളുകളിൽ നടത്തിയ ഒരു സ്റ്റഡി ഉണ്ട്. മെറ്റ അനാലിസിസ് ആണ്. അപ്പം സാമ്പിൾ എന്ന് പറഞ്ഞാൽ 100,000 മൊത്തം പാർട്ടിസിപ്പൻസ് വരും. 200 എത്ര പേര് നടത്തിയ സ്റ്റഡിയിലും ഇത് തന്നെയാണ് പറഞ്ഞത്. ഞാനിത് ബേസിക്കലി മറ്റേ എവിഡൻസ് ബേസ്ഡ് സയന്റിഫിക് എന്ന് പറഞ്ഞിട്ട് ആളുകൾ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞതാണ്. ഈ ലോകത്താണ് ഞാൻ ജീവിക്കുന്നത്. ഇനി ഞാൻ 2 പോയിന്റ്സ്, അത് എനിക്ക് പറയാതെ നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണ് 2 പോയിന്റ്സ് പറഞ്ഞു. എക്സിസ്റ്റൻഷ്യൽ സിഗ്നിഫിക്കൻസ് കല്യാണത്തിലാണ്. ആര് പറഞ്ഞു? ഏത് സൈക്കോളജിസ്റ്റ് പറഞ്ഞു?
ഇത് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പം നിതിൻ കണ്ട ജീവിതത്തിൽ, അല്ലെങ്കിൽ ഗായത്രിയുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മൾ കണ്ട 4 ക്ലയൻസ് അങ്ങനെ പറഞ്ഞു. പക്ഷെ അതൊക്കെ വെറും പേഴ്സണൽ അനക്ഡോട്ട് മാത്രമാണ്, അല്ലെങ്കിൽ 2-3 കേസ് സ്റ്റഡി മാത്രമാണ്. പിന്നെ അല്ലാതെ എക്സിസ്റ്റൻഷ്യൽ സിഗ്നിഫിക്കൻസ് വിവാഹത്തിലാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഈ നമ്മുടെ നാട്ടില് സതി നിരോധിച്ചപ്പോ ഏറ്റവും കൂടുതൽ റോഡിൽ ഇറങ്ങി സതി നിരോധിക്കാൻ പാടില്ല, ഞങ്ങൾക്ക് മറ്റേ വിറകില് മറ്റേ തീയിൽ ചാടി മരിക്കണം എന്ന് പറഞ്ഞ് നടത്തിയിട്ടുള്ള സ്ത്രീകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ അമ്പലപ്രവേശനം, ഞങ്ങൾക്ക് അമ്പലത്തിൽ കയറണ്ട, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ട എന്ന് പറയുന്ന, ഈ ഇടയ്ക്ക് തന്നെ എത്രയോ പ്രമുഖ 1-2 നടിമാരുടെ ഇന്റർവ്യൂ ഒക്കെ വന്നിരുന്നു. എനിക്ക് കാലിലാണ്, എനിക്ക് വളരെ എനിക്ക് അങ്ങനെ എന്റെ ഭർത്താവിനെക്കാളും താഴ്ന്നു നിൽക്കുന്നതാണ് ഇഷ്ടം. അവര് പറയുന്നത് അങ്ങനെയാണ്. കാരണം എന്താണ്? അത് പറയുമ്പോൾ സമൂഹത്തിൽ കിട്ടുന്ന ഒരു മെറിറ്റ് ഉണ്ട്. ആ മെറിറ്റിന് വേണ്ടി പറയുന്നതാണ്. അപ്പം സാംസ്കാരികമായി, സാമൂഹികപരമായി, മാനസികപരമായി ഒക്കെ ഇപ്പം എന്തിനേറെ പറയുന്നു, ഒരു വിവാഹം കഴിഞ്ഞു ഒരു കുട്ടിയായി ഒരു പുരുഷനാണോ സ്ത്രീക്കാണോ കൂടുതൽ ഡൊമസ്റ്റിക് ബർഡൻ, ബാധ്യത, വിവാഹം ബാധ്യതയായി കാണുന്നു എന്ന് നിതിൻ പറഞ്ഞത് കൊണ്ടാണ്. ഒരു പുരുഷനങ്ങ് പോവാം, ഒരു സ്ത്രീക്ക് മറ്റേ ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ പാലെടുത്ത് വെക്കണം, പിന്നെ എല്ലാരും ജോലിക്ക് വരാണോ, അയ്യോ കുട്ടിയപ്പ എന്ത് ചെയ്യും, ഇത് ഒരു പുരുഷൻ നേരിടേണ്ടതുണ്ടോ? എത്രയോ ചോദ്യങ്ങൾ ഒരു സ്ത്രീ നേരിടേണ്ട ചോദ്യങ്ങൾ ഒരു പുരുഷൻ അടിസ്ഥാനമാക്കിയാണ്. ഞാൻ ഗായത്രിയിലേക്ക് വരാം. റിമ കല്ലിങ്കലിന്റെ വാക്കുകളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നെങ്കിൽ ഇത് ആദ്യമായി പറയുന്ന പെൺകുട്ടിയല്ല റിമ കല്ലിങ്കൽ. പക്ഷെ റിമ കല്ലിങ്കലിന്റെ വാക്കുകളിൽ ക്ലാരിറ്റി ഉണ്ടായിരുന്നത് ചില ഇടങ്ങളിലാണ്. ഞാനും ആഷിഖബുവും തമ്മിൽ പഴയതിനേക്കാൾ സ്നേഹത്തിലാണിപ്പോൾ, ഞങ്ങൾ വിവാഹത്തിനാണ് എതിര്, ഞങ്ങൾ രണ്ടുപേരും ഇപ്പോഴും പ്രണയിക്കുകയാണ് എന്നവർ പറയുന്നുണ്ട്. അതൊന്ന്. 2, പിന്നെ നിങ്ങൾ എന്തിന് കല്യാണം കഴിച്ചു എന്നുള്ള ചോദ്യമുണ്ടെങ്കിൽ അതിനും റിമയ്ക്ക് ഉത്തരമുണ്ട്. ഇപ്പോൾ ആ കരാറിൽ ഒപ്പുവെച്ചതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇതുവരെയും നമുക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ള കുറേ റൂൾസ് ഉണ്ട്, അതനുസരിച്ച് ഞാനും കുറേയൊക്കെ റോൾ പ്ലേ ചെയ്യുകയായിരുന്നു എന്ന് റിമ കൃത്യമായി പറയുന്നുണ്ട്. നിതിൻ, എവിടെയാണ് നമുക്കിതിൽ വിവാഹം ആഹാ കൊള്ളാം എന്ന് പറയാൻ തോന്നുന്നത് താങ്കൾക്ക് ഇപ്പോഴും? അതായത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ആക്ച്വലി വിവാഹത്തിന് ഓൾട്ടർനേറ്റ് ആയിട്ട് ലൈഫിൽ എന്താണ് ഇവർ സജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ ലൈഫിൽ ഫുൾഫിൽമെൻറ്റ്, മീനിങ്, ഇപ്പം എവിഡൻസ് ബേസ്ഡ് സ്റ്റഡിയുടെ കാര്യം പറഞ്ഞു, ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രോസ് കൾച്ചറലി പ്യൂർ റിസർച്ച് പോലുള്ള സ്ഥാപനങ്ങൾ നടത്തിയിരിക്കുന്ന പഠനങ്ങളിൽ പല ക്രോസ് കൾച്ചറൽ സ്റ്റഡീസിലും കാണുന്നത് ഫുൾഫിൽമെൻറ്റ് ലൈഫിൽ കണ്ടെത്താൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സോഴ്സ് മാരേജും ഫാമിലിയും എന്നുള്ളതാണ്. കരിയർ ഞാൻ പറഞ്ഞു തരട്ടെ, ഞാൻ പറഞ്ഞു തരുന്നോട്ടെ. കരിയർ എന്ന് പറയുന്നത് ഇതിനിപ്പോ പോസ്റ്റ് മോഡേൺ സൊസൈറ്റി കരിയറാണ് ഓൾട്ടർനേറ്റ് ആയിട്ട് പറയുന്നത്. ഇപ്പോൾ കരിയർ ഒരിക്കലും ലൈഫിൻ്റെ ഫണ്ടമെൻ്റൽ ഫുൾഫിൽമെൻറ്റ് മീറ്റ് ചെയ്യുന്ന ഒരു സോഴ്സേ അല്ല. വളരെ ടൈനി മൈനോറിറ്റി ഓഫ് പീപ്പിളിനാണ് ആക്ച്വലി കരിയറിൽ നിന്നൊരു ഫുൾഫിൽമെന്റ് കണ്ടെത്താനായിട്ട് കഴിയുന്നത്. ഹൈപ്പർ സക്സസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ സൊസൈറ്റി എല്ലാവർക്കും ധാരണയുണ്ടെന്നേ. പക്ഷെ വിവാഹം കഴിച്ചേ പാർട്ട്ണർ ആകാൻ പറ്റൂ, അങ്ങനെ ഒരു നിർബന്ധം പിടിക്കുന്നത് എന്തിനാണ്? ഈ വിവാഹം എന്ന് പറയുമ്പോൾ അത് 2 പേർ തമ്മിലല്ല, 2 ഫാമിലികൾ തമ്മിലാണ് ഉണ്ടാകുന്നത്. ഒരുപാട് ബർഡൻ അതിലുണ്ടെന്നേ. നിതിൻ, ആൽബർട്ട് ബെൻറ്റ്യൂരയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മാരേജ് എന്ന് പറയുന്നത് ആക്ച്വലി രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കമ്പാനിയൻഷിപ്പാണ്. അത് ആ രീതിയിൽ തന്നെ മാരേജിൻ്റെതായിട്ടുള്ള ഫ്രൂട്ട് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. ആക്ച്വലി ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് ആണ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത 2 പേർ ഒരുമിച്ച് താമസിക്കുകയാണ്. താങ്കളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരാളെ ഞാൻ എന്നാണോ കണ്ടെത്തുന്നത് അപ്പോൾ ഞാൻ ആളുടെ കൂടെ പോകും എന്നുള്ള ഒരു വെർബൽ എഗ്രിമെന്റിന്റെ പുറത്ത് ഒരു വീട്, ഒരു പ്ലേയിങ് ദ ഹൗസ് ആണ് ആക്ച്വലി ചെയ്യുന്നത്, അല്ലാതെ ഒരു മീനിങ്ങോ സിഗ്നിഫിക്കൻസോ അല്ല. ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരു കാര്യമാണ് ആക്ച്വലി. മാരേജിന് ആക്ച്വലി ലിവിങ് ടുഗദർ ഒരു റീപ്ലേസ്മെന്റേ അല്ല. ഞാൻ വരാം സരിതയ്ക്ക്. അടുത്തായി സരിതയിലേക്കാണ് വരുന്നത്. നിതിൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് അതിനുള്ള കൗണ്ടർ പറയാം. പറഞ്ഞോളൂ നിതിൻ. അതായത് ലിവിങ് ടുഗദർ ആണ് ആക്ച്വലി മാരേജിന് ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് കാണുന്നതെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്, ലിവിങ് ടുഗദറിൽ ഇല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് ആണ്. ലോങ് ടേം കമ്മിറ്റ്മെന്റ് ഉള്ള റിലേഷൻഷിപ്പ് ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇന്റർനാഷണലി മെന്റൽ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ ലോൺലിനെസ് എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ ആക്ച്വലി ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള
കമ്മിറ്റ്മെൻ്റ് ഉള്ള റിലേഷൻഷിപ്പ് കണ്ടെത്താൻ കഴിയാത്തത് പല വിദേശ രാജ്യങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു പ്രോബ്ലമായിട്ട് വരികയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജപ്പാൻ അതുപോലെ തന്നെ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ലോൺലിനെസ് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് വരികയാണ്. അപ്പോൾ കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത, ഇപ്പോൾ ഒരു വീട് കളിക്കുകയാണ് ചെയ്യുന്നത് ആക്ച്വലി ഈ പറയുന്ന ലിവിങ് ടുഗദർ വഴി. ആക്ച്വലി ഈ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് മാരേജിനകത്താണ് ആക്ച്വലി ഉള്ളത്. മാരേജ് ഇല്ലാത്തിടത്തോളം കാലം കമ്മിറ്റ്മെൻറ്റ് സീറോയും. അതായത് താങ്കളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരാളെ ഞാൻ എപ്പോൾ കണ്ടെത്തുന്നോ അപ്പോൾ താങ്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഞാൻ അവസാനിപ്പിക്കും, അതിനുശേഷം ആളോട് കൂടെ പോകും, അത്രയേ ഉള്ളൂ. അതൊരിക്കലും ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല. അതെങ്ങനെയാണ് നമ്മുടെ അടുത്ത തലമുറ റെക്കമെൻഡ് ചെയ്യാനായിട്ട് കഴിയുക? ശരി ശരി, സരിത പറഞ്ഞോളൂ. സരിത. അല്ല മിസ്റ്റർ നിതിൻ, കരിയറോ ലിവിനോ നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടൊന്നും കരുതിയിട്ടുണ്ടെന്ന് ഞങ്ങൾ ആരും വിചാരിക്കുന്നില്ല. കാരണം വിവാഹത്തിന് ഒരു ഓൾട്ടർനേറ്റീവ് തന്നെ ആവശ്യമില്ല. താങ്കളെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ അമിതമായി ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ്. വിവാഹം എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ പോവോ എന്നൊക്കെ പേടിച്ച് ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഒന്നാമത്തെ കാര്യം. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയം തന്നു, ഇനി ഞങ്ങൾക്കുള്ള സമയം നിങ്ങൾ തരണം. പറഞ്ഞോളൂ. കാര്യം നിങ്ങൾ ഒരുപാട് ഗ്ലോറിഫൈ ചെയ്തല്ലോ വിവാഹത്തെ കുറിച്ച്. എന്നെ പറയണ്ട, ഞാൻ പറഞ്ഞ പോയിന്റുകൾ പറയൂ, അതല്ലേ അതിന്റെ ശരിയായ രീതി. എന്നെ പറയണ്ട, ഞാൻ പറഞ്ഞ പോയിന്റുകളെ കുറിച്ച് പറയൂ. ഒരു 7 or 8 പെൺകുട്ടികൾ, വിവാഹിതരായ പെൺകുട്ടികൾ ഡൊമസ്റ്റിക് വയലൻസിന്റെ ഫലമായി മരണപ്പെട്ടിട്ടുണ്ട്. അത് വിവാഹത്തിന്റെ ഏറ്റവും വലിയ തിക്തഫലങ്ങളിൽ ഒന്നാണ്. ഈ കമ്മിറ്റ്മെന്റ് എന്ന് നിങ്ങൾ പറയുന്നത്, അതായത് സ്വന്തം ജീവൻ എടുക്കുകയോ അല്ലെങ്കിൽ ഭർത്താവിനാലോ ഭർത്താവിന്റെ വീട്ടുകാരാലോ കൊല്ലപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥ വരെ സ്ത്രീകളെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കെട്ടിയിടുന്ന സംഗതിയുടെ ഓരോ വ്യക്തികളുടെ പ്രോബ്ലമാണ്. അത് രണ്ടും രണ്ടായിട്ട് കാണുക, എന്നാലേ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടാവും. അല്ലാതെ എക്സെപ്ഷണൽ ആയിട്ട് കോടിക്കണക്കിന് മാരേജസ് നടക്കുമ്പോൾ, ചില മാരേജുകൾക്കകത്ത് ഡിസ്ഫങ്ഷണൽ സംഭവിക്കുമ്പോൾ, സൂയിസൈഡ് ചെയ്യുമ്പോൾ, വയലൻസ് ഉണ്ടാകുമ്പോൾ അത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രോബ്ലം അല്ല. എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ്. അപ്പൊ ഈ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ എലമെന്റ് വിവാഹത്തിൽ എവിടെ പോയി? നിങ്ങൾ ആരെയാണ് ഈ കണ്ണടച്ചി ഈ എക്സെപ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് ജനറലൈസ് ചെയ്യരുത്. അത് വളരെ തെറ്റായ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എക്സെപ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് ജനറലൈസ് ചെയ്യരുത്. താങ്കൾ ചെയ്യുന്നത് എക്സെപ്ഷണൽ ആയിട്ട് മൈനോറിറ്റി കേസുകളിൽ പല മാരിറ്റൽ ലൈഫിൽ നടക്കുന്ന അൺഅക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ജനറലൈസ് ചെയ്യാണ്. നിങ്ങൾ ഈ പറയുന്ന മാരിറ്റൽ കോൺഫ്ലിക്റ്റുകളാണെങ്കിലും വയലൻസ് ആണെങ്കിലും പറയാൻ സമയം കൊടുക്കും. അങ്ങനെ താങ്കൾ മാത്രം ഞങ്ങൾ പറയുമ്പോഴൊക്കെ ഇടപെട്ട് സംസാരിക്കുന്ന തന്നെ താങ്കളുടെ ഒരു പുരുഷ മേധാവിത്വ മനോനിലയാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഈ കോൺവെർസേഷനിൽ ഏറ്റവും കൂടുതൽ വേർഡ്സ് ആരാണ് യൂസ് ചെയ്തത് നോക്കിയാൽ മതി. ഇപ്പൊ നമ്മൾ സംസാരിച്ചു തുടങ്ങിയിട്ട് 20 മിനിറ്റ് ആയി. ഇതിൽ ഏറ്റവും കൂടുതൽ പുരുഷന്റെ ശബ്ദമാണോ അതോ സ്ത്രീയുടെ ശബ്ദമാണോ കേട്ടാൽ നോക്കിയാൽ മതി, അപ്പൊ മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പുരുഷന്റെ ശബ്ദം കേൾക്കപ്പെടാൻ താങ്കളുടെ സങ്കല്പത്തിൽ നിൽക്കുന്ന ഒരു കുടുംബ വീടല്ല ഇത്. ഇതൊരു ചാനൽ ചർച്ചയാണ്. അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറഞ്ഞ് എന്ത് ഫൂളിഷ്നെസ്സും പറയാന്നല്ലോ. ആക്ച്വലി ഒരു സെൻസിബിൾ വേണ്ട. ഇപ്പൊ എക്സെപ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ ജനറലൈസ് ചെയ്യല്ല വേണ്ടത്. നമ്മളൊരു പ്രോബ്ലം പരിഹരിക്കണമെങ്കിൽ ആക്ച്വലി എക്സെപ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സെപ്ഷണൽ ആയിട്ട് പറയാമോ? ഞാൻ സൂചിപ്പിച്ച ഫൂളിഷ്നെസ് എന്താന്ന് ചോദിച്ചാല് എക്സെപ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ ജനറലൈസ് ചെയ്യുന്നതാണ്. നമ്മുടെ നാട്ടില് ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടില് പല മാരിറ്റൽ കോൺഫ്ലിക്റ്റുകളും പല വയലൻസുകളും സൂയിസൈഡ് കേസുകൾ നടക്കുന്നുണ്ട്. അത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രോബ്ലം അല്ല, അത് ഇൻഡിവിജ്വലിന്റെ പ്രോബ്ലം ആണ്. അത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രോബ്ലം ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് വളരെ തെറ്റായ ധാരണയാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. അതാണ് പരിഹരിക്കേണ്ടത്. കോടിക്കണക്കിന് ഫാമിലികൾ വളരെ നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ വിരളിൽ എണ്ണാവുന്ന ചില കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അതെങ്ങനെയാണ് ആക്ച്വലി ജനറൽ കേസായിട്ട് നമ്മൾ കാണാൻ കഴിയുക? നമുക്ക് കണ്ണടച്ചിരിക്കാൻ പറ്റില്ല. അങ്ങനെ പറയുന്നത് വളരെ കുറച്ച് മാത്രമല്ല ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡെയിലി ഞങ്ങൾ ഇവിടെ ഇരുന്ന് വാർത്ത വായിക്കുകയാണ്. ഈ സ്ത്രീധനവും സ്ത്രീധന പീഡനവും ഞാൻ പറയട്ടെ, ഒരു ഉദാഹരണം ഞാൻ പറയാം. കേരളത്തിൽ ഒരു വർഷം 4000-5000 റോഡപകടങ്ങൾ നടക്കുന്നുണ്ട്, റോഡപകടങ്ങൾ മരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ആരും വണ്ടിയിൽ കയറാതിരിക്കുന്നില്ല. നമ്മൾ നോക്കുന്നത് ഓരോ ദിവസവും കോടിക്കണക്കിന് അല്ലല്ല എക്സെപ്ഷണലും ജനറൽ കേസും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല പറ്റും. അതായത് ആ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പാരിസൺ ആണ്, റിയൽ കമ്പാരിസൺ അല്ല. ഞാൻ പറയട്ടെ, അതായത് കോടിക്കണക്കിന് ആൾക്കാർ സേഫായിട്ട് വീടുകളിൽ എത്തുന്നുണ്ട്, കോടിക്കണക്കിന് ആൾക്കാർ സേഫായിട്ട് ഫാമിലി കണ്ടക്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ട് വിരലിലെണ്ണാവുന്ന ചില കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിരലിലെണ്ണാവുന്ന കൂടി താങ്കൾ അങ്ങനെ പറയരുത്. എല്ലാ സ്റ്റാറ്റിസ്റ്റിക് കണക്കുകളിലും സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് പുരുഷന്മാരാണ്, സ്ത്രീകളല്ല. ആയിക്കോട്ടെ, ഇത് എന്തുകൊണ്ടാണ് ഈ ആത്മഹത്യ ചെയ്യുന്നത്? അത് ലീഗാലിറ്റി, അതെന്തുകൊണ്ടാണ് ലീഗാലിറ്റി കൂടുതലായതുകൊണ്ടല്ലേ. നിതിൻ, ഞാൻ ഒരു 10-30 വെച്ച് കുറെ വർഷമായിട്ട് ഇത് ചെയ്യുന്ന ആളാണ്. നിതിൻ സ്റ്റാറ്റിസ്റ്റിക്കലി പറഞ്ഞാൽ ഞാൻ പറയും, ഞാനും ഒരു റിസർച്ചറാണ്. നിതിൻ ഒരു റിസർച്ച് പറയൂ. ഞാൻ എത്രയോ റിസർച്ച് കോട്ട് ചെയ്തു. ഇവിടെ സരിത നമ്മളോട് രണ്ടുപേരോടും പറഞ്ഞു, നിങ്ങൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, റിസർച്ച്. ഞാൻ പറഞ്ഞല്ലോ പ്യൂർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയിരിക്കുന്ന 2023-24 കാലഘട്ടത്തിൽ നടത്തിയിരിക്കുന്ന ക്രോസ് കൾച്ചറിൽ നടത്തിയിരിക്കുന്ന പഠനങ്ങൾ കാണുന്നത് ലൈഫിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്താണ് ക്രോസ് സെക്ഷണൽ സ്റ്റഡിയാണോ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡിയാണോ? അത് ക്രോസ് കൾച്ചറൽ സ്റ്റഡിയാണ്. ക്രോസ് സെക്ഷണൽ ആണോ ലോഞ്ചിറ്റ്യൂഡിനൽ ആണോ ആ സ്റ്റഡി? അത് ക്രോസ് സെക്ഷണൽ ആണ്. ക്രോസ് സെക്ഷണൽ ആണ്. നിതിൻ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് നിതിന് തന്നെ അറിയാം ക്രോസ് സെക്ഷണൽ സ്റ്റഡി ആണെങ്കിൽ അതിന്റെ പരിമിതി എന്താണ്. മെറ്റാ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അറിയാലോ. ആക്ച്വലി മെറ്റാ സ്റ്റഡികളിലെല്ലാം കാണുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നടന്നത് ഈ സ്റ്റഡികളെല്ലാം നമ്മള് സ്റ്റഡികൾ എല്ലാ നിങ്ങളുടെ ആർഗ്യുമെന്റ് നിങ്ങളുടേതായിട്ടുള്ള സ്റ്റഡികൾ ഉണ്ടാവും, എന്റെ ആർഗ്യുമെന്റിന് എന്റേതായിട്ടുള്ള സ്റ്റഡി ഉണ്ടാവും. അങ്ങനെയൊന്നും ഇല്ല. ഒരു കാര്യം അങ്ങനെ ഇല്ലേ ആക്ച്വലി. ഗൂഗിൾ സ്കോളറിലും സ്കോപ്പസ് പബ്ലിക്കേഷനിലും ഈ കീവേഡ്സ് ഒക്കെ പ്യൂർ റിസർച്ച് അനാലിസിസിന്റെ ഫൈൻഡിങ്സ് റോങ് ആണെന്നാണോ പറയുന്നത്? അല്ല, ഞാൻ 230 സ്റ്റഡീസ് നടത്തിയ മെറ്റാ അനാലിസിസ് മെറ്റാ അനാലിസിസും ധാരാളം അവൈലബിൾ ആണല്ലോ. മെറ്റാ അനാലിസിസ് എന്ന് പറഞ്ഞാൽ പല പഠനങ്ങളുടെ സ്റ്റഡി ആണല്ലോ. ഇപ്പൊ ആക്ച്വലി സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാല് ഈ ഇന്റർപ്രിട്ടേഷൻസ് നമുക്ക് നമ്മുടെ സൊസൈറ്റി ഡെവലപ്പ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ്. കെയോട്ടിക് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരു മോറൽ ആയിട്ടുള്ള എത്തിക്കലായിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു മാരേജിലും ഫാമിലിയിലും ആണോ അല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൊസൈറ്റി ബെറ്റർ ആവുന്നത് മാരേജ് ഫാമിലി ഫങ്ഷനിങ് ആവുമ്പോഴോ അല്ലാത്തപ്പോഴോ ആണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇങ്ങനെ പറഞ്ഞും കേട്ടും ഒരുപാട് പെൺകുട്ടികളാണ് ഈ ട്രാപ്പിൽ പെട്ടിട്ടുള്ളത്. കേട്ടും കണ്ടും ലൈഫ് എന്ന് പറയുന്നത് എനിക്കൊരു അങ്കലാപ്പുമില്ല. താങ്കളുടെ തന്നെ സ്റ്റഡിയിൽ നമ്മൾ കണ്ടതാണ് പെൺകുട്ടികൾ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ളതല്ലേ? താങ്കളുടെ ഫൈൻഡിങ്സിൽ കൂടുതൽ ആളുകൾ പുറകോട്ട് പോകുന്നു എന്നല്ലേ കണ്ടെത്തിയത്? അത് എന്തുകൊണ്ടാണെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്നതുകൊണ്ടാണ്? ഇതെങ്ങനെയാണ് തെറ്റിദ്ധാരണയാകുന്നത്? ഇത് കണ്ടും കേട്ടും പഠിച്ചുകൊണ്ടിരിക്കുകയല്ല, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ, കൺമുന്നിൽ തന്നെ ഉണ്ടല്ലോ. അല്ല, തീർത്തും തെറ്റാണ്. കാരണം യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ലാത്ത കാര്യം പറയുമ്പോൾ അത് തീർത്തും തെറ്റാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ബഹുഭൂരിപക്ഷം ഫാമിലിയും, അതായത് 90-95% ഫാമിലിയും നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുമ്പോൾ ഈ 5% വരുന്ന പ്രോബ്ലംസിനെ എടുത്ത് ശരിയാവുന്നില്ല എന്നുള്ളതാണ് 95 എന്നൊക്കെ ഉള്ളത്. അത് ആരാണ് പറയുന്നത്? ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്താണുള്ളത്? നമുക്ക് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. കേരളത്തിൽ ഇത്രയും ഫാമിലികളും ഇത്രയും വീടുകളും ഉള്ളപ്പോൾ അതെല്ലാം ഫങ്ഷനിങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ പറയുന്ന വിരലിലെണ്ണാവുന്ന ചില കേസുകൾ എടുത്തിട്ട് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ലോകത്തിലെ മാരിറ്റൽ ഫാമിലി ലൈഫ് മുഴുവനും ദുരന്തമാണെന്ന് പറയുന്നത് തീർത്തും അസംബന്ധമാണ്. ആക്ച്വലി അതിന് ഒരു എവിഡൻസും ഇല്ല. ബേർഡൻ എല്ലാവർക്കും ബേർഡൻ ആണ്. ലൈഫ് എന്ന് പറയുന്നത് വളരെ ടഫ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അതിന് റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടതായിട്ടുണ്ട്, ഒരു മീനിങ് ഉണ്ട്. നമ്മൾ എപ്പോഴും ലൈഫിൽ ഒരു ഫുൾഫിൽമെന്റ് ഉണ്ടാവുന്നത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കുമ്പോഴാണ്. അല്ല, നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു സ്ത്രീകൾക്ക് റെസ്പോൺസിബിലിറ്റി വളരെ കൂടുതലാണെന്ന് താങ്ങുന്നില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത് പെൺകുട്ടികൾ, അതുകൊണ്ടാണ് അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് പോലും പലപ്പോഴും. അല്ല, ആത്മഹത്യ ചെയ്ത് ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആക്ച്വലി അത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രോബ്ലം അല്ല. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, അത് മോസ്റ്റ് ഓഫ് ദ കേസിലും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രോബ്ലം അല്ല, അത് ഇൻഡിവിജ്വൽ പ്രോബ്ലം ആണ്. അത് ഇൻഡിവിജ്വൽ കേസായിട്ട് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. അത് മൊത്തം ഇൻസ്റ്റിറ്റ്യൂഷനും അങ്ങനെയാണെന്ന് പറയുന്നത് തീർത്തും തെറ്റായ കാര്യമാണ്. ഒരു എവിഡൻസും ഇല്ല അതിൽ. ശരി, എന്തായാലും നമ്മുടെ ചർച്ചയുടെ സമയം കാണിക്കാൻ പറ്റാത്ത ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഗായത്രി കൃത്യമായ എവിഡൻസ് കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം എവിഡൻസ് ഉണ്ട്. ഇന്റർനാഷണലി ക്രോസ് കൾച്ചറൽ ആയിട്ടുള്ള പ്യൂർ റിസർച്ചിന്റെ സ്റ്റഡിയിൽ അത് എവിഡന്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലാതെ വെറുതെ ഓരോരുത്തരുടെ വിംസ് ആൻഡ് ഫാൻസി സൊസൈറ്റിയിൽ നടപ്പിലാക്കാൻ നോക്കിയാൽ നടക്കില്ല. ശരി, ഞാൻ തീർച്ചയായും ഞാൻ 3 പേർക്ക് നന്ദി പറയണം. അപ്പോൾ നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ട് കൺക്ലൂഷനിലേക്ക് എത്തുമ്പോഴും ഞാനൊരു കാര്യം പറയാൻ ശ്രീ നിതിൻ, ഇനി എത്ര പളുങ്കുകൊണ്ടാണെന്ന്
എന്ന് പറഞ്ഞാൽ എത്ര കുട്ടികൾ അങ്ങോട്ടേക്ക് വരുമെന്നുള്ളത് സംശയമാണ്. കാരണം നമ്മുടെ ചുറ്റിനും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. താങ്കൾ പറഞ്ഞ 95.5 എന്നുള്ളത് ഒരിക്കലും അംഗീകരിച്ചു തരാൻ കഴിയില്ല. എന്തായാലും ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നമുക്ക് ഇതുപോലെയുള്ള വിഷയങ്ങൾ സംസാരിക്കണം. വളരെയധികം നന്ദി 3 അതിഥികൾക്കും. ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.